എല്ലാവർക്കും നമസ്കാരം. എങ്ങനെയുണ്ട് ഇന്നത്തെ ദിവസം? 2 ദിവസമായിട്ട് എൻ്റെ വീഡിയോസ് ഭയങ്കര ഡിലേ ആണ് അല്ലേ? എന്താ അറിയോ, വീട്ടിലൊരു വർക്ക് നടക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബഹളം കാരണം ഇവിടെ ഡ്രില്ലിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുമ്പോൾ ഞാൻ അതിൻ്റെ ഇടയിൽ ഒന്നാമത് മൈക്കും ഇല്ല. അപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇവിടെ ഇരുന്ന് സംസാരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നും വീഡിയോയുടെ ഇടയിൽ. എപ്പോഴും പണി കഴിഞ്ഞിട്ടില്ല, എന്നാലും ഞാൻ ഇടയിലിടയിൽ ഞാൻ വിചാരിച്ചു ശബ്ദം വരുന്ന സമയത്ത് നിർത്തിയിട്ട് റെക്കോർഡ് ചെയ്യാമെന്നില്ലെങ്കിൽ വീഡിയോ കംപ്ലീറ്റ് ആവില്ല. അതുകൊണ്ടാണ് കേട്ടോ, ക്ഷമിക്കുക. അതുകൊണ്ട് ഷോർട്സ് ഇടുന്നതും ഭയങ്കരമായിട്ട് ഡിലേ ആവുന്നുണ്ട്. രാത്രിയും പണി ചെയ്യണം അവർ. ഓക്കെ, ക്ഷമിക്കുക കേട്ടോ. ഒരു 1-2 ദിവസവും കൂടെ കുറച്ചൊരു ഡിലേ ഉണ്ട്. അതേപോലെ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ലൈവ് ഞാൻ മൺഡേ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മൺഡേ എനിക്ക് എൻ്റെ ഫാദർ ഇൻ ലോയും കൊണ്ട് ഒന്ന് ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ഒരു ആവശ്യമുണ്ട്. അത് കാരണം അറിയാലോ, ഹോസ്പിറ്റൽസിൽ ചെന്ന് കഴിഞ്ഞാൽ ഡിലേ ആണ്. നമുക്ക് സമയത്തിന് തിരിച്ചെത്താൻ പറ്റിയെന്ന് വരില്ല. ആൾക്ക് കുഴപ്പമൊന്നുമില്ല, ഹാർട്ട് റിലേറ്റഡ് ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ റെഗുലർ ചെക്കപ്പ് ഉണ്ട്. അപ്പോൾ അത് സമയത്തിന് ചെയ്യണം. അതുകൊണ്ടുള്ള ഒരു ഇതാണ്, ഞാൻ തന്നെയാണ് പോവാറ്. അതുകൊണ്ടാണ് കേട്ടോ. 1-2 ദിവസത്തിൽ ഈ വർക്കൊക്കെ തീരും. അത് കഴിഞ്ഞ് ഞാൻ റെഗുലറായിട്ട് ഇടാൻ ശ്രമിക്കാം കേട്ടോ. ഒന്ന് ഷോർട്സ് നാളെ മുതൽ രാവിലെ തന്നെ വരും കേട്ടോ, ഇന്ന് രാത്രി. അപ്പോൾ സബ്സ്ക്രൈബേഴ്സ് ലൈവ് നമുക്ക് ട്യൂസ്ഡേ ആണ്, ട്യൂസ്ഡേ 11 o'clock കേട്ടോ. ഞാൻ ഇതിൽ കമ്മ്യൂണിറ്റി പോസ്റ്റിലും പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഒന്ന് നോക്കി. നിങ്ങളുടെ മറ്റേ നോട്ടിഫിക്കേഷൻസ് ഒന്ന് ഓൺ ചെയ്തിട്ടേക്കുക. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് വരും ഞാൻ ഓൺലൈൻ വരുന്ന സമയത്ത്. ഓക്കെ, അപ്പോൾ ഇനി സമയം കളയുന്നില്ല. അപ്പോൾ നമുക്ക് ഇന്ന് നോക്കാൻ പോകുന്നത്, ഇന്നലെ 88 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷൻസ് ചിലരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ എന്തെങ്കിലും കാര്യമായ മാറ്റം ഈ 88 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷൻ കൊണ്ടോ, അല്ലെങ്കിൽ ഉടനെ ഒരു മാറ്റം, നമുക്ക് അത്ര തീവ്രമായിട്ടൊരു മാറ്റം ഒരു ദിവസത്തിലും നമുക്ക് പ്രതീക്ഷിക്കാൻ സാധിക്കില്ല കേട്ടോ. മാനിഫെസ്റ്റേഷൻ ചെയ്താലും അതിൻ്റേതായ സമയം എടുത്തിട്ടേ അത് മാറി വരുള്ളൂ. പേഷ്യൻസോടെ വെയിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവിടെ. ഞാനും മാനിഫെസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാനും അതിൻ്റെ റിസൾട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഡിവൈൻ ടൈമിങ്ങിലെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ. ഡെയിലി മാനിഫെസ്റ്റേഷൻ ചെയ്യുക മനസ്സിൽ കേട്ടോ. പോസിറ്റീവ് തിങ്കിങ്ങോടെ തന്നെ ഇരിക്കുക, പോസിറ്റീവായിട്ട് അത് നടക്കും എന്ന് തന്നെ വിചാരിച്ചിരിക്കുക. ലാസ്റ്റ് 7-7 പോർട്ടലിൻ്റെ ചിലർക്കൊക്കെ 1 വീക്കിൻ്റെ അകത്ത് തന്നെ റിസൾട്ട്സ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, എന്തെങ്കിലും ഒരു ക്ലോഷർ നമുക്ക് കിട്ടും, മനസ്സിലായല്ലോ. അപ്പോൾ അങ്ങനെ നമ്മൾ ക്ഷമയോടെ വെയിറ്റ് ചെയ്താൽ മാത്രമേ പറ്റൂ. ഇത് എപ്പം നടക്കുമെന്ന് ചോദിച്ചാൽ ആക്ച്വലി എനിക്കും അറിയില്ല എന്ന് തന്നെ എനിക്ക് പറയാൻ പറ്റുള്ളൂ കേട്ടോ. അതേപോലെ കഴിഞ്ഞ ലൈവിൽ 1-2 ക്വസ്റ്റ്യൻസ് ഞാൻ വിട്ടുപോയിട്ടുണ്ട് തോന്നുന്നു. അതുപോലെ കൺഫ്യൂഷൻസ് വന്നിട്ടുള്ളവരാണെങ്കിൽ എൻ്റെ റീഡിങ്ങിൻ്റെ ഇടയിൽ ഞാൻ ഈ പറഞ്ഞ പോലെ ഇടയ്ക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിരുന്നു. നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവും. വർക്ക് നടക്കുന്ന കാരണം ഞാൻ 1-2 പ്രാവശ്യം എണീറ്റ് പോവുകയൊക്കെ ചെയ്തിരുന്നു, ക്ഷമിക്കുക. അങ്ങനെ ഒരു കൺഫ്യൂഷൻ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ലൈവിൽ തീർച്ചയായിട്ടും നോക്കാം കേട്ടോ. അതുപോലെ ഒരു സർ വിജയൻ സർ പറഞ്ഞിട്ട് പുള്ളിയുടെ പ്രൈമറി ക്വസ്റ്റ്യൻസ് ഞാൻ ആൻസർ ചെയ്തിരുന്നു. സർ ഇത് കാണുന്നുണ്ടെങ്കിൽ കരിയർ റിലേറ്റഡ്, സാറ് കരിയർ എങ്ങനെ ആയിരിക്കും എന്ന് മാത്രമേ ചോദിച്ചുള്ളൂ. അപ്പം നല്ലതായി വരുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ സ്പെസിഫിക് ആയിട്ട് സാറിന് കരിയറിൽ എന്താണ് അറിയേണ്ടതെന്ന് സാർ ചോദിച്ചിരുന്നില്ല. നെക്സ്റ്റ് ടൈം വരുമ്പോഴത്തേക്കും എക്സാക്റ്റ് ആയിട്ട് എന്താണ് കരിയർ റിലേറ്റഡ് അറിയേണ്ടത് എന്നും കൂടെ ക്വസ്റ്റ്യനിൽ ഇടുക കേട്ടോ. അപ്പം ഞാനത് കറക്റ്റായിട്ടൊന്ന് നോക്കി പറയാം. സാറ് വേണമെങ്കിൽ ട്യൂസ്ഡേയിലത്തെ ലൈവിൽ കയറിക്കോളും. കഴിയുന്നത് എനിക്ക് ക്വസ്റ്റ്യൻ കണ്ണിൽ പെടുകയാണെങ്കിൽ ഞാൻ നോക്കിയിട്ട് പറയാം. അതേപോലെ ജസൽ മാമിൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഞാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അനഘയുടെയും ആൻ്റണിയുടെയും കാര്യവും എനിക്ക് പേര് ഓർമ്മയുള്ളവരുടെ ഞാൻ എടുത്ത് പറയുകയാണ് കേട്ടോ. അനഘയുടെയും ആൻ്റണിയുടെയും കൂടെ എനിക്ക് ഒന്നുകൂടെ റീഡ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. ഓക്കെ, കാരണം ഒരു ഡിസ്ക്രിപ്പൻസി അവിടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നോക്കണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. ഓക്കെ, കഴിയുമെങ്കിൽ അനഘയും ട്യൂസ്ഡേയിലത്തെ ലൈവിലൊന്ന് കയറാൻ ശ്രമിക്കൂ, ജസലും ഒന്ന് കയറാൻ ശ്രമിക്കൂ കേട്ടോ. നിങ്ങൾ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചോളൂ വേണമെങ്കിൽ. ഓക്കെ, അപ്പോൾ ഓർക്കുക, ഇതൊരു ജനറൽ ടൈംലെസ് കളക്റ്റീവ് റീഡിംഗ് ആണ്. ഓക്കെ, എത്രത്തോളം റെസനേറ്റ് ആകുന്നു അത്രത്തോളം മാത്രം എടുക്കുക. എല്ലാവർക്കും റെസനേറ്റ് ആയിക്കൊള്ളണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല, കാരണം ഇത് നിങ്ങളുടെ പേഴ്സണൽ റീഡിംഗ് അല്ല. ഓക്കെ, ഒരുപാട് പേരുടെ എനർജി കണക്റ്റ് ആവുന്നതാണ്. എത്രത്തോളം ആരുടെയൊക്കെ എനർജി കണക്റ്റ് ആവുന്നു അതിനനുസരിച്ച് മാത്രമേ റീഡിംഗ് നമുക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 88 പോർട്ടലിൻ്റെ മാനിഫെസ്റ്റേഷന് ശേഷം എന്തെങ്കിലും ചേഞ്ചസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷനിൽ ഉണ്ടായിട്ടുണ്ടോ എന്നാണ് നോക്കാൻ പോകുന്നത്. സ്പെസിഫിക് ആയിട്ട് ഓരോരുത്തരുടെയും ഓരോ കേസ് ബൈ കേസ് ഞാൻ നോക്കും കേട്ടോ. ഡിവൈൻ പ്ലീസ് ഗൈഡ്. എൻ്റെ വ്യൂവേഴ്സ് പലരും
8 പോർട്ടലിൽ മാനിഫെസ്റ്റേഷൻ ചെയ്തിട്ടുണ്ടായിരുന്നു. ചെയ്താലും ചെയ്തില്ലെങ്കിലും 8 പോർട്ടലിൻ്റെ ഓപ്പണിംഗ് കൊണ്ട് ഇവരുടെ റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുന്നുണ്ടോ? ഇവരും എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൻ്റെയും ഇടയിലുള്ള റിലേഷൻഷിപ്പ് സിറ്റുവേഷനിൽ എന്തെങ്കിലും മാറ്റം കാണുന്നുണ്ടോ? 8 പോർട്ടലിൻ്റെ ഇമ്പാക്റ്റ് ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. ഇത് ന്യൂ ലവ് ആയിരിക്കട്ടെ, എക്സിസ്റ്റിംഗ് ലവ് ആയിരിക്കട്ടെ, കപ്പിൾസ് ആയിരിക്കട്ടെ, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയിരിക്കട്ടെ, എല്ലാത്തിനും തന്നെ ഓരോന്നോരോന്നായി കാണിച്ചു തരൂ ഡിവൈൻ പ്ലീസ്. ആദ്യം ന്യൂ ലവ് കാർക്കുള്ളത് കാണിച്ചു തരൂ. ന്യൂ ലവിൻ്റെ വ്യൂവേഴ്സ് ഒരു ന്യൂ ലവിൽ പെട്ടിരിക്കുകയാണ്. അവരുടെ പ്രപ്പോസൽ അക്സെപ്റ്റഡ് ആണെങ്കിലും അല്ലെങ്കിലും ഇപ്പോൾ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്നൊന്ന് കാണിച്ചു തരും. ന്യൂ ലവ്. Okay, 3 of Pentacles, 2 of Pentacles, the World, Ace of Pentacles, Death, 2 of Cups. ഓക്കെ, നിങ്ങൾ ന്യൂ ലവുകാരാണ്, പ്രപ്പോസൽ ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആലോചിക്കുകയാണ് എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ടിൻ്റെ സഹായം എടുക്കുക, ഒരു തേർഡ് പേഴ്സൻ്റെ സഹായം എടുക്കുക പ്രപ്പോസലിന് വേണ്ടിയിട്ട്. കാരണം നിങ്ങൾക്ക് പറയാൻ പേടിയാണ്. ഓക്കെ, നിങ്ങൾക്ക് ഒരു പ്രപ്പോസൽ അവിടെ കൊടുക്കാൻ പേടിയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും നിങ്ങളുടെ ഒരു സുഹൃത്തിൻ്റെ സഹായം എടുക്കാവുന്നതാണ്. ആ സുഹൃത്ത് രണ്ടുപേർക്കും ഈക്വലി സമ്മതനായിട്ടുള്ള ഒരാളായിരിക്കണം കേട്ടോ. അദ്ദേഹത്തോട് പറഞ്ഞ് നിങ്ങളുടെ പ്രപ്പോസൽ അവതരിപ്പിച്ചാൽ അതിനൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടും. ഓക്കെ, ജഗ്ലിംഗ് സിറ്റുവേഷൻ, നിങ്ങൾ ചിലർക്ക് പ്രപ്പോസ് ചെയ്തിട്ടുണ്ട്, അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ്, ആലോചിച്ചിട്ട് പറയാം എന്നൊക്കെ ഇവർ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് എന്തായിരിക്കും എന്ന് നോക്കാം. 2 of Pentacles ഒന്ന് ക്ലാരിഫൈ ചെയ്യൂ ഡിവൈൻ. അവർ ഒരു പ്രപ്പോസൽ കൊടുത്തു, എൻ്റെ വ്യൂവേഴ്സിൻ്റെ പേഴ്സൺ കൺഫ്യൂഷനിലാണ്. എന്തായിരിക്കും തീരുമാനം അറിയാൻ സാധിക്കുമോ? സംസാരിക്കാനാണ് പറയുന്നത് കേട്ടോ, സംസാരിക്കാനാണ് പറയുന്നത്. ഇതിൻ്റെ ഒരു റിസൾട്ട് എന്തായിരിക്കും ഡിവൈൻ? റിസൾട്ട് എന്തായിരിക്കും? അവർ സംസാരിച്ചാൽ റിസൾട്ട് എന്തായിരിക്കും? യെസ് ഓർ നോ ആൻസർ തരൂ. ബേസിക്കലി 8 of Wands ഒരു യെസ് കാർഡാണ് കേട്ടോ, യെസ് കാർഡ് തന്നെയാണ് വന്നത്. അങ്ങനെ പ്രപ്പോസൽ കൊടുത്തിട്ട് നിങ്ങൾ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ അത് ഇവരുടെ ആൻസർ യെസ് ആയിരിക്കും കേട്ടോ. അതേപോലെ വേൾഡ് കാർഡ് വെച്ചിട്ട് ക്ലാരിഫൈ ദ വേൾഡ്. ന്യൂ ലവ് ആണ്, ലോങ് ഡിസ്റ്റൻസ് ആണ് എന്നാണെങ്കിൽ ക്ലാരിഫൈ ദ വേൾഡ്. ഇതിൻ്റെ റിസൾട്ട് എന്താണ് ഡിവൈൻ? അവരൊരു ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഒരു തീരുമാനം എടുക്കുന്നതായിട്ടാണ് കാണുന്നത്. ചാരിയറ്റ് കാർഡ് യൂഷ്വലി ഒരു പോസിറ്റീവ് കാർഡായിട്ടാണ് പറയുന്നത് കേട്ടോ. എന്നാലും ഇവർ എന്ത് ഉറച്ച തീരുമാനമാണ് എടുക്കുന്നത് ഡിവൈൻ? ഇവർ ലോങ് ഡിസ്റ്റൻസിലാണ്, ഇവരെ ട്രാവൽ ചെയ്ത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ജഗ്ലിംഗ് സിറ്റുവേഷനിലായിരുന്നെങ്കിൽ ഇവരുടെ ഫൈനൽ തീരുമാനം യെസ് ആണോ നോ ആണോ? ഒരു പോസിറ്റീവ് ഓർ നെഗറ്റീവ് കാർഡ് തരൂ. യെസ് കാർഡാണ്, ലവേഴ്സ് കാർഡാണ് വന്നത്. ഓക്കെ, ലോങ് ഡിസ്റ്റൻസിലാണ്, നിങ്ങൾ പ്രപ്പോസ് ചെയ്തു, അവരൊരു കൺഫ്യൂഷനിലായിരുന്നു എങ്കിൽ അവരൊരു ഉറച്ച തീരുമാനവുമായിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാണുന്നത്. അത് യെസ് തന്നെയാണ്, നിങ്ങളെ അവർക്ക് ഇഷ്ടമാണ് എന്ന് തന്നെ അവർ പറയുന്നത്. ന്യൂ ലവുകാർക്കാണ് കേട്ടോ. നിങ്ങളുമായിട്ട് ഒരു പുതിയ തുടക്കം ചിലരെങ്കിലും ഓൾറെഡി അക്സെപ്റ്റ് ചെയ്യും. നിങ്ങൾ പ്രപ്പോസ് ചെയ്താൽ അവർ അക്സെപ്റ്റ് ചെയ്യും ചിലർക്കെങ്കിലും. ഇവിടെയും അതെ, ഒരു ന്യൂ ബിഗിനിങ്. ഓക്കെ, നിങ്ങൾ ചിലപ്പോൾ അവർ ഒരു എക്സിൻ്റെ കാര്യത്തിലൊക്കെ പെട്ടിട്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും നിങ്ങളുടെ പേഴ്സണെ നിങ്ങൾ പ്രപ്പോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ പ്രപ്പോസ് ചെയ്ത ആൾക്ക് ഒരു എക്സ് ഉണ്ടായിരുന്നു എന്ന്. ഓക്കെ, അതുകൊണ്ട് അവരൊരു തീരുമാനം എടുക്കാതെ നിന്നിട്ടുണ്ടെങ്കിൽ അവിടെ ആ എക്സിനെ കളഞ്ഞിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് ഡെത്ത് കാർഡ് വെച്ചിട്ട് കാണുന്നത്. ഇവിടെ അങ്ങനെ ഒരു സിറ്റുവേഷൻ ഒന്നും ഇല്ല. ന്യൂ ലവ് ആണ്, അവർക്ക് വേറെ എക്സോ കാര്യങ്ങളൊന്നും ഇല്ല. നിങ്ങൾ പ്രപ്പോസ് ചെയ്യുന്നു, അവർ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളതേ ഉള്ളൂ. 2 of Cups, അവർ പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ അവർക്കും നിങ്ങളെ ഇഷ്ടമാണ്,
പ്രപ്പോസ് ചെയ്ത ഉടനെ തന്നെ അത് അക്സെപ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഏസ് ഓഫ് പെൻറ്റക്കിൾസും ബേസിക്കലി അത് തന്നെയാണ് കേട്ടോ. അവിടെ ഒരു നെക്സ്റ്റ് ആക്ഷൻ ഒന്നും നോക്കേണ്ട കാര്യമില്ല. മജീഷ്യൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുന്ന വ്യക്തി നിങ്ങളെയും നിങ്ങൾ അവരെയും മാനിഫെസ്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദ മജീഷ്യൻ. അതായത് നിങ്ങൾ മനസ്സിലിട്ട് നിങ്ങളുടെ ഒരു ഫ്രണ്ടിനായിരിക്കും നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്, മനസ്സിലായില്ലേ? ഫ്രണ്ടാണ്, പക്ഷെ നിങ്ങൾക്കൊരു ഇഷ്ടം തോന്നിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവരും നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് അവരെ പ്രപ്പോസ് ചെയ്യാം. അതൊരു അക്സെപ്റ്റൻസിലെത്തും, ഒരു സെലിബ്രേഷനിൽ എത്തുന്നതായിട്ട് തന്നെയാണ് കാണുന്നത്. അവരവരുടെ സിനാറിയോ അവരവർക്ക് അറിയായിരിക്കും, അതുപോലെ എടുത്തോളുക. ഓക്കെ, ഇതായിരുന്നു ന്യൂ ലവുകാർക്ക്. അതിൻ്റെ ഇടയിൽ ഒരു കാര്യം കൂടെ പറഞ്ഞുകൊള്ളട്ടെ. ഇന്നലത്തെ വീഡിയോയിൽ ഏതോ ഒരു മഹാൻ എനിക്ക് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. യൂഷ്വലി എൻ്റെ വ്യൂവേഴ്സ് എല്ലാം വളരെ മാന്യമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ടെങ്കിലും ചിലർക്ക് എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. ഞാൻ ആദ്യമേ പറയുന്നുണ്ട് അല്ലേ, അത് ജനറൽ റീഡിംഗ് ആണ്. അപ്പോൾ വളരെ മാന്യമായിട്ട് തന്നെയാണ് ഇതുവരെയുള്ള എല്ലാ വ്യൂവേഴ്സും, ഒരു അഭിപ്രായ വ്യത്യാസം ഉണ്ടെങ്കിൽ പോലും നമ്മൾ വളരെ മാന്യമായിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് മുന്നോട്ട് പോയിട്ടുള്ളത് അല്ലേ. എനിക്ക് ഇതുവരെ അങ്ങനെ ഒരു നെഗറ്റീവ് കമൻറ്റ് വരികയോ എനിക്കൊന്ന് ഇത് ആക്ഷൻ എടുക്കേണ്ടി വരികയോ ഒന്നും ചെയ്തിട്ടില്ല. ആദ്യമായിട്ട് ഇന്നലെ ഒരു മാന്യ വ്യക്തി യുടെ കമൻറ്റ്, വളരെ മോശപ്പെട്ട ഒരു കമൻറ്റ് ഉണ്ടായിരുന്നു. പുള്ളിക്ക് എന്താണ് ഇത്ര ട്രിഗർ ആയതെന്ന് എനിക്ക് മനസ്സിലായില്ല. പുള്ളി വളരെ മോശപ്പെട്ട രീതിയിലാണ്, അതായത് സാധാരണക്കാരാണ് വീഡിയോ കാണുന്നത്, നിങ്ങൾ പൈസക്കാർക്ക് വേണ്ടി മാത്രമേ റീഡ് ചെയ്യത്തുള്ളൂ. എൻ്റെ ഏത് വീഡിയോ ആണ് ഞാൻ അങ്ങനെ റീഡ് ചെയ്തത്? എൻ്റെ ചില കാർഡ്സ് വരുമ്പോൾ അതിനകത്ത് സ്പെസിഫിക്കലി ചില പ്രൊഫഷൻസ് കാണും. ഞാൻ ചിലപ്പോൾ പറയാറില്ലേ, നിങ്ങളുടെ പേഴ്സൺ ഡോക്ടറോ എഞ്ചിനീയറോ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഞാൻ പറയാറില്ലേ. അത് ആ കാർഡ് അങ്ങനെ കാണിക്കുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. ബാക്കി എല്ലാവർക്കും വേണ്ടിയുള്ള റീഡിങ് തന്നെയാണ്. ഞാനതൊരു ക്ലൂ ആയിട്ട് പറയുന്നു എന്നേ ഉള്ളൂ. അത് വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ അത് തന്നെ ആയിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. ഇദ്ദേഹം അത് പറഞ്ഞതിലല്ല എനിക്ക് വിഷമം. ഇവർ സംസാരിച്ചത് എടി എന്നൊരു വാക്ക് ഉപയോഗിച്ചിട്ട്, ഞാൻ താങ്കളുടെ ഭാര്യയാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ സഹോദരിയാണോ, ഞാൻ നിങ്ങളുടെ ആരെങ്കിലും ആണോ എന്നെ നിങ്ങൾ എടി പൊടി എന്ന് വിളിക്കാൻ? അതൊന്നും ഞാൻ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല സഹോദര, അത് നിങ്ങൾ മനസ്സിലാക്കൂ. ഞാൻ നിങ്ങളുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്തു. ഞാൻ ആദ്യമായിട്ടാണ് ഒരാളുടെ കമൻറ്റ് ഡിലീറ്റ് ചെയ്യുന്നത്. നിങ്ങളുടെ കമൻറ്റ് ഞാൻ ഡിലീറ്റ് ചെയ്തു. ഇനിയും ഈ തരത്തിൽ സംസാരിക്കുകയാണെങ്കിൽ ഞാൻ റിപ്പോർട്ട് ചെയ്യും. നിങ്ങൾക്ക് പറയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ എൻ്റെ വീഡിയോ കാണാതിരിക്കാം. ഞാൻ ആരെയും നിർബന്ധിക്കുന്നില്ല എൻ്റെ വീഡിയോ കാണാൻ താല്പര്യമില്ലാത്തവർ സ്കിപ്പ് ചെയ്ത് പോവുക, വേറെ വീഡിയോ കണ്ടോളൂ. നിങ്ങളുടെ താല്പര്യത്തിനനുസരിച്ച് റീഡ് ചെയ്യുന്ന ആരുടെ വീഡിയോ വേണമെങ്കിൽ പോയി കണ്ടോളൂ. എനിക്ക് യാതൊരു പരാതിയും ഇല്ല. പക്ഷേ ഈ മാതിരിയുള്ള സംസാരം എനിക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്. അത് ഞാൻ ആദ്യമേ പറയുന്നു. എൻ്റെ ഭർത്താവ് എന്നെ എടിയെന്ന് വിളിക്കാറില്ല. ഓക്കെ, നിങ്ങൾ ആരാന്ന് പോലും എനിക്കറിയില്ല. ഞാൻ നിങ്ങളെ കണ്ടിട്ട് പോലും ഇല്ല. നിങ്ങൾ എന്ത് രീതിയിലാണ് എന്നെ എടിപൊടി എന്ന് വിളിക്കുന്നത്? ഞാനതൊരു എല്ലാവർക്കുമായിട്ടാണ് പറയുന്നത്. നിങ്ങൾക്ക് ക്രിട്ടിസൈസ് ചെയ്യാം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് പറയാം. അത് പറയുന്നതിനൊരു രീതിയുണ്ട്. ഓക്കെ, നിങ്ങൾ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയാറുണ്ട്. നിങ്ങൾ ആരാ, എന്താ, നിങ്ങളുടെ പ്രൊഫഷൻ എന്താ എന്നൊന്നും ഞാൻ ചോദിക്കാറില്ല. ലൈവിന് വരുന്ന എല്ലാവർക്കും അറിയാം, ഞാൻ ആരുടെങ്കിലും പ്രൊഫഷൻ ചോദിച്ചിട്ടാണോ ലൈവിൽ ഡീൽ ചെയ്യുന്നത്? എല്ലാവർക്കും വേണ്ടി ഒരേപോലെയല്ലേ, എന്നെ കൊണ്ട് പറ്റുന്ന മാക്സിമം ഞാൻ ചെയ്യുന്നില്ലേ? പക്ഷേ ഈ തരത്തിലുള്ള സംസാരം എനിക്ക് അൺഅക്സെപ്റ്റബിൾ ആണ്. റെസ്പെക്റ്റോടുകൂടി സംസാരിക്കാൻ ഞാൻ അങ്ങനെയാണ് സംസാരിക്കാറ്. ഓപ്പണായിട്ട് പറയാനുള്ള കാര്യം. ഓക്കെ, നീ സോറി ബാക്കിയുള്ളവരെ ഡിലേ ആക്കിയതിന്. ഇനി നമുക്ക് എക്സിസ്റ്റിംഗ് ലവേഴ്സിന് വേണ്ടിയിട്ട് നോക്കാം. എക്സിസ്റ്റിംഗ് ലവേഴ്സിന് നിങ്ങൾ തമ്മിൽ പരസ്പരം ഇഷ്ടം തുറന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തമ്മിൽ സ്നേഹത്തിലാണ്. എന്തെങ്കിലും തടസ്സങ്ങൾ നിങ്ങളുടെ ലവ് ലൈഫിൽ ഉണ്ടായിരുന്നെങ്കിൽ, നിങ്ങളുടെ പാരൻസ് ആവട്ടെ എന്തുമാവട്ടെ, അവിടെ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ എന്താണ് എന്ന് നമുക്ക് നോക്കാം. അതായത് 88 പോർട്ടൽ ഓപ്പൺ ആയതിനു ശേഷം ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് ഒരു എക്സിസ്റ്റിംഗ് സ്നേഹബന്ധത്തിലാണ്. ഇവരുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ അതിലെന്തെങ്കിലും മാറ്റമുണ്ടോ? ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇവരുടെ ലവ് ലൈഫ് റിലേഷൻഷിപ്പിൽ എന്താണെന്നൊന്ന് പറഞ്ഞു തരൂ. 88 പോർട്ടലിൻ്റെ ഓപ്പണിങ്ങിന് ശേഷം എന്ത് മാറ്റമാണ് ഇവർക്ക് വന്നിട്ടുള്ളതെന്നൊന്ന് പറഞ്ഞു തരും. എക്സിസ്റ്റിംഗ് ലവേഴ്സാണ് ഇവർ.
ഓക്കെ, എടുക്കുകയാണേ. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഈ കാർഡ് ഞാൻ തിരിച്ച് വെച്ചതാണ്, അത് വീണ്ടും വന്നു. ദ ഫൂൾ. ഓക്കെ, 10 of cups, Empress, Judgment, okay, 5 of cups, 8 of cups. ഒന്ന് ക്ലാരിഫൈ ചെയ്തിട്ട് പറയാം കേട്ടോ. ക്ലാരിഫൈ വൈ നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഈസ് ഹിയർ. ഇവർ എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണ് ഡിവൈൻ. 8 of cups അല്ല, നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജി എന്തുകൊണ്ടാണ് ഇവിടെ വന്നത്? Three of Pentacles and 10 of Swords. Clarify the Fool. Clarify the Fool, please. Please clarify the Fool. Okay, 9 of Pentacles. The Star. Okay. Positive ആണ്. Clarify. 10 of Cups. Please clarify 10 of Cups. പെട്ടെന്ന് നോക്കാൻ ശ്രമിക്കുകയാണ് കേട്ടോ. The Devil and Death. ബാഡ് അല്ല അത് കേട്ടോ. ക്ലാരിഫൈ എംപ്രസ് ഞാൻ ക്ലാരിഫൈ ചെയ്യേണ്ട കാര്യമില്ല. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. ക്ലാരിഫൈ ജഡ്ജ്മെൻറ്റ്. 5 of Swords and Queen of Pentacles. Okay, clarify 5 of Cups. Clarify 5 of Cups. King of Wands and 4 of Swords. Clarify 8 of Cups. Clarify 8 of Cups. Clarify 8 of Cups. Justice. 6 of Pentacles. ഓക്കെ, അതും നല്ല കാർഡ് മോശമാണെങ്കിലും ക്ലാരിഫിക്കേഷൻ ഗുഡാണ്. ക്ലാരിഫൈ 4 of Swords. 4 of Wands. ഓക്കെ, ക്ലാരിഫൈ 5 of Swords. Clarify 5 of Swords. 7 of Wands. ഓക്കെ, എംപ്രസും കൂടെ ചെയ്തേക്കാം. ക്ലാരിഫൈ ദ എംപ്രസ്. ക്ലാരിഫൈ ദ എംപ്രസ്. King of Cups and the Magician. Okay. ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ജസ്റ്റിസ് ആണ് കേട്ടോ. ബോട്ടം ഓഫ് ദി ഡെക്ക് ജസ്റ്റിസ് ആണ്. ക്ലാരിഫൈ ജസ്റ്റിസ്. ക്ലാരിഫൈ ജസ്റ്റിസ്. 3 of Swords and King of Pentacles. ഓക്കെ. ഓക്കെ, ഇവിടെ ആദ്യത്തെ കാർഡ് നിങ്ങൾ എക്സിസ്റ്റിംഗ് ലവേഴ്സ് ആണ് കേട്ടോ. ഇത് ഏത് സിറ്റുവേഷനും ആയിരിക്കാമേ. അവിടെ ഒരു തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ കാണുന്നുണ്ട്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ഞാൻ എപ്പോഴും പറയാറുണ്ട്, സ്ലോവസ്റ്റ് മൂവിങ് കാർഡാണ്. മൂവ്മെൻ്റ് ഉണ്ട്, പക്ഷേ വെരി സ്ലോ ആണ്. അവിടെ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് മൂലം നിങ്ങൾ ആ റിലേഷൻഷിപ്പിൽ ഒരു ബ്ലോക്കേജ് ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ഒരു തടസ്സം ഫേസ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ആ തേർഡ് പാർട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് മൂലം നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൻ്റെ മൂവ്മെൻ്റ് ഒന്ന് സ്ലോ ഡൗൺ ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ക്ലാരിഫൈ ദി സെറ്റ് ഓഫ് കാർഡ്സ്. നെക്സ്റ്റ് ആക്ഷൻ. മിസ്സിങ് ആണ്, മിസ് ചെയ്തിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. നെക്സ്റ്റ് ആക്ഷനായിട്ട് ഒന്നും കാണുന്നില്ല. അവിടെ മിസ് ചെയ്തിരിക്കുന്നതായിട്ടേ കാണുന്നുള്ളൂ. കാരണം അവിടെ എനർജി സ്ലോയിങ് ഡൗണിൻ്റെ ആണ് കാണുന്നത്. പെൻഡക്കിൾസിൻ്റെ എനർജി വെച്ചിട്ട് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം, അതേപോലെ വേറെ കപ്സ് ഉണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കടകം, വൃശ്ചികം, മീനം. സ്പോർട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത് നിങ്ങൾക്ക് ജസ്റ്റ് ഇവർക്ക് മാത്രമാണെന്നല്ല, നിങ്ങളുടെ സിറ്റുവേഷൻ അതാണെങ്കിൽ നിങ്ങൾ അങ്ങനെ വിചാരിച്ചോളണം. ഓക്കെ. അതേപോലെ സെക്കൻഡ് സിനാറിയോയിൽ മേടരാശിക്കാരെ കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് അവിടെ. അതുപോലെ കുംഭരാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. പെൻഡക്കിൾസ് വെച്ച് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഋഷഭം, കന്നി, മകരം. ഋഷഭം പറയുമ്പോൾ ഇടവമാണേ. അതായത് നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണ്. അവിടെ വലിയ കാര്യമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ രണ്ടുപേരും തന്നെ വളരെ ഹാപ്പി ആയിട്ട് അഡ്വഞ്ചറസ് ആയിട്ടുള്ള ഒന്നിച്ച് ചില എന്താ പറയുക കുട്ടിത്തമൊക്കെ മനസ്സിൽ സൂക്ഷിക്കുന്ന രണ്ടുപേരും ഒരുപോലെ ചിന്തിക്കുന്ന ആൾക്കാരാണ്. നിങ്ങൾ പരസ്പരം ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ടാണ് കണക്കാക്കുന്നത്. നിങ്ങൾ രണ്ടുപേരും വർക്കിംഗ് ആണ്. നിങ്ങൾക്ക് രണ്ടുപേർക്കും നിങ്ങളുടേതായിട്ടുള്ള സമ്പാദ്യം
സെൽഫ് കോൺഫിഡൻസ്, എല്ലാ കാര്യങ്ങളും വളരെയധികം നിങ്ങൾ പരസ്പരം സ്നേഹിക്കുകയും സ്വയം സ്നേഹിക്കുകയും ചെയ്യുന്ന ആൾക്കാരാണ്. ലൈഫ് എൻജോയ് ചെയ്ത് മുന്നോട്ട് പോകാൻ ഇഷ്ടമുള്ള ആൾക്കാരാണ്. അവിടെ വളരെ കാര്യമായ പ്രശ്നങ്ങളൊന്നും കാണുന്നില്ല. അവിടെ ഇനി 88 പോർട്ടൽ തുടങ്ങിയതിന് ശേഷവും കാര്യങ്ങൾ ഇതേപോലെ തന്നെ വലിയ മാറ്റങ്ങളൊന്നും ഇല്ലാതെ മുന്നോട്ട് പോകും. ഒരു ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ 10 ഓഫ് കപ്സ് വെച്ചിട്ട് 10 ഓഫ് കപ്സിൻ്റെ ക്ലാരിഫിക്കേഷൻ ഡെത്തും ഡെവിളും ആയിരുന്നു. അതായത് ഫാമിലി അവിടെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളുടെ മേലെ ഉണ്ടാക്കുന്നുണ്ട്. അതായത് അവർ നിങ്ങൾക്ക് ഒരു വലിയ തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഫാമിലി എന്ന് പറയുമ്പോൾ എക്സ്റ്റെൻഡഡ് ഫാമിലി, അത് ഫാദർ മദർ, അങ്ങനെ നിങ്ങൾ മാരീഡ് അല്ലെങ്കിൽ ഫാദർ മദർ അങ്ങനെ ആയിരിക്കാം. അല്ല, നിങ്ങൾ മാരീഡ് ആണെങ്കിൽ നിങ്ങളുടെ അവരുടെ സ്പൗസ്, ഓക്കെ, അതൊരു തടസ്സമായിട്ട് അവിടെ നിൽക്കുന്നുണ്ടായിരുന്നെങ്കിൽ അവിടെ ഒരു എൻഡ് കുറിച്ചിട്ട് ചിലരെങ്കിലും ഒരു ന്യൂ ബിഗിനിങ് നിങ്ങളുമായിട്ട് തുടക്കം കുറിക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അവിടെ ഒരു ഭയങ്കര നെഗറ്റീവ് ഇമ്പാക്റ്റുള്ള ഒരു കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലായില്ലേ? അതായത് ഇവരെ വളരെ സ്ട്രോങ് ആയിട്ട് നെഗറ്റീവ് രീതിയിൽ, വളരെ മോശപ്പെട്ട രീതിയിൽ ഇവരെ കൺട്രോൾ ചെയ്യുകയും അതേപോലെ പ്രശ്നങ്ങൾ ക്രിയേറ്റ് ചെയ്യുകയും എല്ലാം ചെയ്യുന്ന ഫാമിലിയാണ്. ചെറിയ എതിർപ്പുകളുള്ള കുടുംബമല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ? അതായത് നെഗറ്റീവ് രീതിയിൽ ഇവരെ തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ അവർ മനഃപൂർവ്വം ശ്രമിക്കുന്നുണ്ടായിരിക്കും. ഞാൻ പറയുന്നതിൻ്റെ കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമല്ലോ. ഒരു സ്പെല്ല് ചെയ്യുക, ബ്ലാക്ക് മാജിക് ചെയ്യുക, അതേപോലെ വളരെ സ്ട്രോങ് ആയിട്ട് അടിക്കുക, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? വളരെ എന്താ പറയുക, ഫിസിക്കലി ഹേർട്ട് ചെയ്യുക, മെൻ്റലി ഹേർട്ട് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കുടുംബങ്ങളാണ് ഞാനിവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. അങ്ങനെയുള്ളവരുടെ ആ ഒരു കൂടിൽ നിന്ന് ഇവർ പുറത്ത് വന്നിട്ട് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, പേടി കൊണ്ടൊക്കെ ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ലവ് അക്സെപ്റ്റ് ചെയ്യാതിരിക്കുകയായിരുന്നെങ്കിൽ അവിടെ അതൊരു അക്സെപ്റ്റൻസിൽ വരുന്നതായിട്ടാണ് കാണുന്നത്. ഓക്കെ, കപ്സിൻ്റെ എനർജി വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഡെവിളും ഉണ്ട്, ഡെത്തും ഉണ്ട് അവിടെ. ഓക്കെ, ഡെവിൾ വന്നിട്ട് കാപ്രിക്കോൺ മകര രാശിയാണ്. ഡെത്ത് വന്നിട്ട് സ്കോർപ്പിയോ വൃശ്ചിക രാശിയാണ് കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഡ്രില്ലിങ്ങിൻ്റെ ഒക്കെ സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. ഒരു നിവൃത്തിയില്ല. 1-2 ദിവസത്തേക്കും അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. സോറി ഫോർ ദിസ്. ഓക്കെ, അപ്പോൾ അടുത്തത് എംപ്രസിൻ്റെ കാർഡാണ്. എംപ്രസിനെ ക്ലാരിഫൈ ചെയ്യുന്നത് കിങ് ഓഫ് കപ്സും മജീഷ്യനുമാണ്. എംപ്രസും മജീഷ്യനും രണ്ടും തന്നെ ടോറസ്, ഇടവരാശിക്കാരാണ് വളരെ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്ന. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഈ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അവിടെ എന്താന്ന് വെച്ചാൽ അവിടെയും പ്രശ്നങ്ങളൊന്നും ഇല്ല. നിങ്ങളെ പ്രതി അല്ലെങ്കിൽ നിങ്ങൾ അവരെ പ്രതി വളരെ എന്താ പറയുക, ഈക്വലായിട്ട് തന്നെ ആകർഷണങ്ങളുണ്ട്, അതേപോലെ റെസ്പെക്റ്റും ഉണ്ട്. ഓക്കെ, നിങ്ങൾ രണ്ടുപേരും തന്നെ ജോലിയുള്ളവരായിരിക്കും, വളരെ നല്ല നിലയിൽ മറ്റുള്ളവരോട് പെരുമാറുന്നവരും വളരെ സ്നേഹമായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നവരുമാണ്. പരസ്പരം കെയർ ഉണ്ട്, അതേപോലെ മറ്റുള്ളവരെയും നിങ്ങൾ കഴിയുന്നത്ര സഹായങ്ങളും കാര്യങ്ങളും എല്ലാം ചെയ്യാറുണ്ട്. അവരും അങ്ങനെ തന്നെ ആയിരിക്കും. നിങ്ങൾ പരസ്പരം റെസ്പെക്റ്റ് ചെയ്യുന്നതായിട്ടും കാണുന്നുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കിങ് ഓഫ് കപ്സ് വെച്ചിട്ട് വളരെയധികം സ്നേഹം തന്നെയാണ് പരസ്പരം ഉള്ളത്. മജീഷ്യൻ വെച്ചിട്ട് നിങ്ങൾ രണ്ടുപേരും പരസ്പരം മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. തുടർച്ചയായിട്ട് നിങ്ങൾ അവരെ പറ്റിയും അവർ നിങ്ങളെ പറ്റിയും ചിന്തിക്കുന്നതായിട്ടും കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഫുൾ പോസിറ്റിവിറ്റി ആണ് അവിടെ ഉള്ളത്. അവിടെയും റിലേഷൻഷിപ്പിൽ യാതൊരു പ്രശ്നങ്ങളും കാണുന്നില്ല. വളരെ നന്നായി തന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. അടുത്ത സെറ്റ് ഓഫ് കാർഡ്സ് വന്നിട്ട് ജഡ്ജ്മെൻറ്റ് വിത്ത് ക്വീൻ ഓഫ് പെൻറ്റക്കിൾസ്, 5 ഓഫ് സ്വാർഡ്സ് ആൻഡ് 7 ഓഫ് വോൺസ്. 7 ഓഫ് വോൺസ് ഞാൻ 5 ഓഫ് സ്വാർഡ്സിനെ ക്ലാരിഫൈ ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ തമ്മിൽ ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കും. പക്ഷേ ആ പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്ന് പറയുന്നത് ഒരു കാർമിക് കണക്ഷനാണ്. അതായത് ഒരു കർമ്മബലം മൂലം നിങ്ങൾക്ക് ഈ ജന്മത്തിൽ അനുഭവിക്കേണ്ടി വരുന്ന ഒരു കണക്ഷനാണ് കേട്ടോ. റിലേഷൻഷിപ്പിൽ പോയി കയറുകയും ചെയ്തു, പക്ഷേ അവിടെ നിന്ന് ഒരു പോസിറ്റീവ് റിസൾട്ട് അല്ല നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യാൻ നോക്കുമ്പോൾ ഇവരെന്ത് ചെയ്യും? മുഖം തിരിക്കും. ഇവർക്ക് എന്നാൽ നിങ്ങളുടെ അടുത്ത് സ്നേഹമാണെന്ന് പറയുകയും ചെയ്യും. ഓക്കെ, സ്നേഹമാണെന്ന് പറയുകയും ചെയ്യും, പക്ഷേ നിങ്ങൾക്ക് ഇവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുമ്പോൾ സ്ട്രെസ്സാണ്. നിങ്ങൾ തമ്മിൽ സംസാരിച്ചു കഴിഞ്ഞാൽ വഴക്കാണ്. ഒന്നുകിൽ ഇവർ തുടർച്ചയായിട്ട് നിങ്ങളുടെ അടുത്ത് പൈസ ചോദിക്കും. ഓക്കെ, നിങ്ങൾ പൈസ കൊടുക്കുമ്പോൾ ഇവർ സ്നേഹമായിട്ട് പെരുമാറും. ആ പൈസ കൊടുക്കാത്ത ഒരു സമയം വരുമ്പോൾ ഇവർ നിങ്ങളുടെ നേരെ മുഖം തിരിക്കും. നിങ്ങളുടെ സ്നേഹം കാണാത്തതായി, മനസ്സിലാവാത്തതായി ഭാവിക്കും.
എന്നാൽ നിങ്ങൾ തമ്മിൽ സ്നേഹമാണെന്ന് ഇവർ പറയുകയും ചെയ്യും. ഓക്കെ, അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത്. ആ സിറ്റുവേഷന് മാറ്റം വരുന്നതായിട്ട് കാണുന്നില്ല. നിങ്ങൾക്ക് ഇതിൽ നിന്നും പുറത്ത് കടക്കാൻ സാധിക്കുമെങ്കിൽ അത് നല്ലതായിരിക്കും. പെൻഡക്കിൾസ്, സ്വാർഡ്സും വോൺസും അല്ലേ. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, പിന്നെ വോൺസ് വെച്ചിട്ട് ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ഇത്രയും രാശിക്കാരൻ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. നിങ്ങൾക്ക് ഈ സിനാറിയോ വെച്ചിട്ട് ഈ രാശി മാച്ച് ആവുന്നുണ്ടോ ഇല്ലയോ, നിങ്ങൾക്ക് ആ സിനാറിയോ വെച്ചിട്ട് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അടുത്ത് ഇങ്ങനെയാണ് പെരുമാറുന്നതെങ്കിൽ അത് കണക്ട് ചെയ്തെടുത്തോളണം. ഓക്കെ, രാശി ഞാനൊരു ഐഡിയക്ക് വേണ്ടി പറയുന്നേ ഉള്ളൂ. എക്സാക്റ്റ് ആ രാശിക്കാരാണ് അങ്ങനെ പെരുമാറുന്നതെന്ന് ഞാനവിടെ അർത്ഥമാക്കുന്നില്ല കേട്ടോ. നിങ്ങൾക്ക് എങ്ങനെ റെസനേറ്റ് ആകുന്നു അതുപോലെ എടുത്തുകൊള്ളുക. ഓക്കെ, അടുത്ത ഗ്രൂപ്പുകാർ ഈ സെറ്റ് ഓഫ് കാർഡ്സ്, അതായത് 5 ഓഫ് കപ്സ്, കിങ് ഓഫ് വാൻഡ്സ്, 4 ഓഫ് സ്വാർഡ്സ്. 4 ഓഫ് സ്വാർഡ്സിനെ ഞാൻ 4 ഓഫ് വാൻഡ്സ് വെച്ച് ക്ലാരിഫൈ ചെയ്തു. അതിനെ ഞാൻ ക്ലാരിഫൈ ചെയ്തത് 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് കേട്ടോ, കാരണം എനിക്ക് ക്ലാരിറ്റി കിട്ടിയില്ലായിരുന്നു. അപ്പോൾ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു, പ്രപ്പോസ് ചെയ്തിട്ടുണ്ടായിരുന്നു, നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുകയും ചെയ്തു. സ്നേഹമാണെന്ന് രണ്ടുപേർക്കും തന്നെ അറിയാം. പക്ഷേ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ ഇതിൽ നിന്ന് വോക്കവേ ചെയ്തതായിട്ടാണ് കാണുന്നത്. വോക്കവേ ചെയ്തിട്ടുമില്ല, നിങ്ങൾക്കൊരു ക്ലോഷർ തന്നിട്ടുമില്ല. മനസ്സിലായോ? വിട്ട് നിൽക്കുകയാണ് ഇപ്പോൾ. ലവ് ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്, പക്ഷേ ഇങ്ങോട്ട് യാതൊരു പ്രതികരണമോ ഒന്നും കിട്ടുന്നില്ല. എന്നാൽ മനസ്സിൻ്റെ ഉള്ളിൽ കിടന്നിങ്ങനെ വല്ലാതെ വിഷമിക്കുന്നുമുണ്ട്. ഓക്കെ, നിങ്ങൾ ഇവിടെ 4 ഓഫ് വാൻഡ്സ് ഞാനതൊരു പ്രപ്പോസലായിട്ട് പറയില്ല. കാരണം ബാക്കിയുള്ള കാർഡ്സ് എല്ലാം ഒരു നെഗറ്റീവ് കാർഡ്സ് ആയിട്ടാണ് അവിടെ വന്നിരിക്കുന്നത്. 8 ഓഫ് പെൻറ്റക്കിൾസ് വെച്ചിട്ട് അവരൊരു റെസ്പോൺസിബിലിറ്റിയിൽ കുടുങ്ങി കിടക്കുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. അത് ഇവർ മാരീഡ് ആയിരിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. അവർക്ക് വേറെ റെസ്പോൺസിബിലിറ്റീസ് ലൈഫിൽ ഉണ്ടാവുമല്ലോ, അതിൽ പെട്ട് കിടക്കുന്നതായിട്ട്, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസിൽ പെട്ട് കിടക്കുന്നതായിട്ടൊക്കെ ആയിട്ടാണ് കാണുന്നത്. നിങ്ങൾ തമ്മിൽ ഏതെങ്കിലും ഒരു ഇവൻറ്റിൽ വെച്ചിട്ട് അടുത്ത സമയത്ത് കാണാൻ സാധ്യതയുണ്ട്. അതായത് ഒരുപാട് പേര് ഉണ്ടായിരിക്കും അവിടെ. ഓക്കെ, അങ്ങനെ നിങ്ങൾ തമ്മിൽ ഈവൻ റോഡിൽ വെച്ച് തമ്മിൽ കാണാനും സാധ്യതയുണ്ട്. ഒന്ന് കാണും, ഒരു പക്ഷേ സംസാരിക്കുകയൊന്നും ചെയ്യില്ല. പക്ഷെ നിങ്ങൾക്ക് രണ്ടുപേർക്കും അക്സെപ്റ്റഡ് ആണ് ഈ റിലേഷൻ. ഓക്കെ, പക്ഷേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള സാഹചര്യം നിങ്ങളുടെ പേഴ്സൻ്റെ മുന്നിൽ കാണുന്നില്ല എന്നുള്ളതാണ് ഇവിടുത്തെ സിറ്റുവേഷൻ. അത് ആസ് ഇറ്റ് ഈസ് അങ്ങനെ തന്നെ തുടരുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. മാറ്റങ്ങൾ വരുന്നതായിട്ട് അവിടെ കാണുന്നില്ല. ഇവിടെ വോൺസും പെൻറ്റക്കിൾസും സ്വാർഡ്സും കപ്സും എല്ലാവരും തന്നെ ഉണ്ട്. ഓക്കെ, പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, വോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, സ്വാർഡ്സ്, ലിബ്ര, ജെമിന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, കപ്സ്, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം എല്ലാവരും തന്നെ ഉണ്ട് ഇതിൽ. ഓക്കെ, അടുത്തത് 8 ഓഫ് കപ്സ്, ജസ്റ്റിസ് ആൻഡ് 6 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ക്ലാരിഫൈ ജസ്റ്റിസ്, പ്ലീസ് ക്ലാരിഫൈ ജസ്റ്റിസ് ഡിവൈൻ. Temperance, clarify 6 of Pentacles. Hermit. ഇവര് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പരസ്പരം സംസാരിച്ചിട്ടുണ്ട്, ഒരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തിയിട്ടുണ്ട്. അതായത് പരസ്പരം ഇഷ്ടമാണെന്നൊക്കെ നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിനുശേഷം അവർക്ക് നിങ്ങളുടെ തൽക്കാലം അവരൊന്ന് മാറി നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. കാരണം അവിടെ ഒരു കോർട്ട് കേസ് നടക്കുന്നതായിട്ട് കാണുന്നു. നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ഒരുപാട് കേട്ടോ. മാറി നിൽക്കുന്നു എന്നേ ഉള്ളൂ. സാഹചര്യത്തിൻ്റെ സമ്മർദ്ദം മൂലമാണ് അവരവിടെ മാറി നിൽക്കുന്നത്. ഓക്കെ, അവിടെ ഒരു കോർട്ട് കേസിൻ്റെ തീരുമാനമായി കഴിയുമ്പോഴത്തേക്കും അതൊരു നിങ്ങളുമായിട്ടൊരു ഈക്വൽ ബാലൻസിൽ എത്തുന്നതായിട്ടാണ് കാണുന്നത്. അങ്ങനെയാണ് ഇതിനകത്ത് ഇപ്പം കാണുന്നത്. കാരണം കോർട്ട് കേസ് അവർ വളരെ പ്രബലമായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഹെർമിറ്റ് ഉണ്ട്, വിർഗോ, കന്നി രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ജസ്റ്റിസ് വെച്ചിട്ട് തുല രാശിക്കാർ, ലിബ്രക്കാരും കുറേ കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, അതേപോലെ ടെമ്പറൻസ് വെച്ചിട്ട് സാജിറ്റേറിയസ്, ധനു രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. കപ്സിൻ്റെ എനർജി ഉണ്ട്. ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്ര രാശിക്കാർ ഇവിടെ പ്രബലമായിട്ട് കാണുന്നത് കേട്ടോ. അവിടെ സ്നേഹക്കുറവൊന്നുമല്ല, വളരെ സ്നേഹമായിട്ട് തന്നെയാണ്. ഇതിനൊരു മൂവ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമോ ഡിവൈൻ? കേസിൻ്റെ കാര്യത്തിലൊരു മൂവ്മെൻറ്റ് ഉടനെ തന്നെ ഉണ്ടാകുമോ? ഗിവ് മീ എ പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് കാർഡ്. യെസ്, ഒരു പോസിറ്റീവ്
വേർഡിക്റ്റ് ഉടനെ വരുന്നതായിട്ട് തന്നെയാണ് അവിടെ കാണുന്നത് കേട്ടോ. അത് വന്നു കഴിഞ്ഞാൽ അവർ നിങ്ങളുടെ അടുത്തേക്ക് ഒരു ബാലൻസ് ഹീലിംഗ് ആയിട്ട് വരുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. എക്സിസ്റ്റിംഗ് ലവുകാരാണിത്. അപ്പോൾ അടുത്തത് ജസ്റ്റിസ്, 3 ഓഫ് സ്വാർഡ്സ് ആൻഡ് കിങ് ഓഫ് പെൻഡിക്കിൾസ്. അവിടെ അവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവരുടെ വീട്ടിലെ പ്രൈമറി ഏർണിംഗ് മെമ്പറൊക്കെ ആയിരിക്കണം. നിങ്ങളെ എക്സിസ്റ്റിംഗ് ലവ്, നിങ്ങൾ പരസ്പരം സ്നേഹം ഒക്കെ തന്നെയാണ്, തൽക്കാലം സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. അവരൊരു 3 ഓഫ് സ്വാർഡ്സിൻ്റെ എനർജി വന്നിട്ടുണ്ട്. ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് നിങ്ങൾക്ക് കിട്ടിയതായിട്ട് അവിടെ കാണുന്നുണ്ട് കേട്ടോ. ക്ലാരിഫൈ ദിസ് സെറ്റ് ഓഫ് കാർഡ്. Clarify Justice, 3 of Swords and King of Pentacles. Justice, 3 of Swords and King of Pentacles. അവിടെയും ഒരു കോർട്ട് കേസ്, റെസ്പോൺസിബിലിറ്റി എന്നൊക്കെയാണ് വരുന്നത്. ഒരു പക്ഷേ ഇവരുടെ ഫാദറിൻ്റെ ഇടപെടൽ മൂലം നിങ്ങളൊന്ന് വിട്ടു നിൽക്കുന്നുണ്ടായിരിക്കും. ഒരു പക്ഷേ പ്രോപ്പർട്ടി റിലേറ്റഡ് ആയിട്ടുള്ള കോർട്ട് കേസ് ആയിരിക്കണം അവിടെ കേട്ടോ. അതുമൂലം ഇവരുടെ ഫാദറിൻ്റെ ഇടപെടൽ മൂലം, ഫൈനാൻഷ്യൽ ഇഷ്യൂസൊക്കെ മൂലം ഇവർ തൽക്കാലം നിങ്ങളെന്ന് വിട്ട് നിന്നിട്ടുണ്ടായിരിക്കും. എക്സിസ്റ്റിംഗ് ലവേഴ്സാണ്, നിങ്ങൾ പരസ്പരം മനസ്സ് തുറന്നിട്ടുണ്ട്. അവിടെ നിങ്ങൾക്കൊരു ഹാർട്ട് ബ്രേക്ക് കിട്ടിയിരുന്നെങ്കിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് ഒരു ജസ്റ്റിസ് സെർവ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഫാദർലി ഇൻ്റർഫിയറൻസ് അവിടെ കാണുന്നുണ്ട്. അവിടെ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടും അതൊരു വിഷ് ഫുൾഫിൽമെൻറ്റിൽ എത്തുന്നതായിട്ടുമാണ് കാണുന്നത്. അച്ഛൻ്റെ എതിർപ്പായിരുന്നു പ്രശ്നമെങ്കിൽ അവിടെ അത് സോൾവ് ആവുന്നതായിട്ട് കാണുന്നുണ്ട് കേട്ടോ. പെൻഡിക്കിൾസും വോൺസ്, കപ്സ്, സ്പോർട്സ് എല്ലാം തന്നെ ഉണ്ട്, 4 തന്നെ ഉണ്ട് അവിടെ. ജസ്റ്റിസ് വെച്ചിട്ട് തുലാരാശി, ലിബ്ര രാശിക്കാർ കുറച്ച് കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, മേഡം, ചിങ്ങൻ, ധനു, ലിബ്ര, ജമുന, അക്വേറിയസ്, തുല, മിഥുനം, കുംഭം, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങൻ, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്രയും രാശിക്കാർ ഇവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഡിവോഴ്സി ആണ്, വിഡോഡ് ആണ്, അങ്ങനെയൊക്കെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾ സിംഗിൾസ് ആണ് എന്നുള്ള രീതിയിൽ തന്നെ എടുത്താൽ മതി കേട്ടോ. കാരണം ബേസിക്കലി നിങ്ങളിപ്പോൾ സിംഗിൾ ആണല്ലോ എന്നുള്ള രീതിയിൽ എടുത്താൽ മതി. തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്ക് എന്ത് ചേഞ്ചസ് ആണെന്ന് നോക്കാം. ഡിവൈൻ, എൻ്റെ വ്യൂവേഴ്സ് അവരൊരു തേർഡ് പാർട്ടി സിറ്റുവേഷനിലാണ്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ അവിടെ അവരുടെ റിലേഷൻഷിപ്പിൻ്റെ സിറ്റുവേഷൻ 88 പോർട്ടലിന് ശേഷം എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരും. 88 പോർട്ടലിന് ശേഷം തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള എൻ്റെ വ്യൂവേഴ്സിൻ്റെ റിലേഷൻഷിപ്പ് സിറ്റുവേഷൻ എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞു തരും. ഓക്കെ, എടുക്കുകയാണേ. കിങ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഏസ് ഓഫ് പെൻഡക്കിൾസ്, ഹാങ്ഡ് മാൻ, 3 ഓഫ് സ്വാർഡ്സ്, പേജ് ഓഫ് കപ്സ്, കിങ് ഓഫ് സ്വാർഡ്സ്. ഒരു കാർഡ് കൂടെ എടുക്കാം. The world, ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിട്ട് ഏസ് ഓഫ് വാൻഡ്സ്, ന്യൂ ബിഗിനിങ് ഒക്കെ കാണുന്നുണ്ട്. ക്ലാരിഫൈ ചെയ്തിട്ടേ ഞാൻ പറയും കേട്ടോ. ക്ലാരിഫൈ കിങ് ഓഫ് പെൻഡക്കിൾസ്. വൈ ഈസ് കിങ് ഓഫ് പെൻഡക്കിൾസ് ഹിയർ? ബേസിക്കലി റെസ്പോൺസിബിലിറ്റീസ് ആണ്, അറിയാലോ. ക്വീൻ ഓഫ് പെൻഡക്കിൾസ്, 10 ഓഫ് വാൻഡ്സ്. അവിടെ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് റിലേഷൻ ആണ് കാണുന്നത്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പ്ലീസ്. 7 ഓഫ് സ്വാർഡ്സ് ആൻഡ് ഡെത്ത്. Clarify Ace of Pentacles. Clarify Ace of Pentacles. 7 of Wands and Page of Cups. Hanged Man. Clarify Hanged Man. 9 of Cups, 2 of Cups. Oh. Clarify 3 of Swords. Clarify 3 of Swords. Queen of Wands, 2 of Pentacles. Clarify Page of Cups. Clarify Page of Cups. 9 of Pentacles and the Star. Clarify King of Swords. King of Swords. 4 of Pentacles, Ace of Cups.
സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ആണ് എല്ലാം അവിടെയും. ക്ലാരിഫൈ ദ വേൾഡ്, കാരണം തേർഡ് പാർട്ടിക്ക് വേണ്ടിയാണല്ലോ നമ്മൾ നോക്കിയത്. അപ്പം അങ്ങനെ തന്നെ വരുള്ളൂ. ക്ലാരിഫൈ ദ വേൾഡ്. ജസ്റ്റിസ് ആൻഡ് മജീഷ്യൻ. ക്ലാരിഫൈ ഈസ് ഓഫ് വാൻസ്. Clarify Ace of Wands. 4 of Cups, 9 of Wands. കുറേയൊക്കെ നല്ല എനർജീസ് ആണ് കേട്ടോ. ഇവിടെ കിങ് ഓഫ് പെൻഡക്കിൾസ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ്. ഇതിൻ്റെ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആയിരിക്കാം. ഓക്കെ, എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പിലാണ്, നിങ്ങൾ കപ്പിൾസ് ആണ്. അവിടെ പ്രശ്നം തേർഡ് പാർട്ടി ഉണ്ടെങ്കിൽ അവിടുത്തെ സിറ്റുവേഷൻ എന്താണെന്നല്ലേ ഞാൻ ചോദിച്ചത്. നിങ്ങൾ കപ്പിളാണെങ്കിൽ അവിടെ നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അതായത് നിങ്ങളുടെ വൈഫിനോ ഹസ്ബൻഡിനോ തേർഡ് പാർട്ടി സിറ്റുവേഷനെ കുറിച്ച് അറിവ് വന്ന സ്ഥിതിക്ക് നിങ്ങൾ സെപ്പറേറ്റഡ് ആവുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. ആദ്യമായിട്ടാണല്ലേ ഇങ്ങനെ ഒരു റീഡിങ് വരുന്നത്. ഒരു റീഡിങ്ങിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ വരുന്നത് എനിക്ക്. പെൻഡക്കിൾസ് വെച്ച് ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, മോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേഡം, ചിങ്ങം, ധനു. ഓക്കെ, അടുത്തത് നൈറ്റ് ഓഫ് പെൻഡക്കിൾസ്, ഡെത്ത് ആൻഡ് 7 ഓഫ് സ്വാർഡ്സ്. നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് പറയുന്നത് ഒരു സ്ലോവസ്റ്റ് എനർജി ആണ്. ഓക്കെ, 7 ഓഫ് സ്വാർഡ്സ് അതായത് ഇവരുടെ റെസ്പോൺസിബിലിറ്റീസ് മൂലം ഇവർ നിങ്ങളെ വിട്ടു പോകുന്ന ഒരു സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഓക്കെ, 7 ഓഫ് സ്വാർഡ്സ് ഇവർ ഭയങ്കര സ്ട്രെസ്ഫുൾ സിറ്റുവേഷനിലായിരുന്നു. ക്ലാരിഫൈ 7 ഓഫ് സ്വാർഡ്സ്. എന്ത് സിറ്റുവേഷനിലാണ് ഇവർ വിട്ടിട്ട് പോയത്? ഇവൻ പേജ് ഓഫ് പെൻഡക്കിൾസ് അവർക്ക് ഫൈനാൻഷ്യൽ ട്രബിൾ ആൻഡ് 5 ഓഫ് പെൻഡക്കിൾസ് ആണ് കേട്ടോ. ഫൈനാൻഷ്യൽ ട്രബിൾ ഉണ്ടായിരുന്നു. ഫൈനാൻഷ്യൽ ട്രബിൾ മൂലം നിങ്ങളെ അവർ വിട്ടുപോയാലൊരു ഹാങ്ങിങ് സിറ്റുവേഷനിൽ നിങ്ങളെ ഇട്ടതായിട്ടാണ് അവിടെ കാണുന്നത്. ഭയങ്കര സ്ലോ എനർജിയിലാണ് റിലേഷൻ മുന്നോട്ട് പോകുന്നത് കേട്ടോ. അവിടെ ഫൈനാൻഷ്യൽ സ്ട്രഗിളിന് ഒരു എൻഡ് വരുന്നതായിട്ട് കാണുന്നുണ്ട്. ചെറിയ രീതിയിലെങ്കിലും ഒരു മുന്നേറ്റം അവരുടെ ഫൈനാൻഷ്യൽ സ്റ്റാറ്റസിൽ ഉണ്ടാവുന്നതായിട്ട് കാണുന്നുണ്ട്. അതുമൂലം നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. ഡെത്ത് പറയുമ്പോൾ എക്സിസ്റ്റിംഗ് സിറ്റുവേഷൻ്റെ എൻഡാണ്. പക്ഷേ ഇത് കുറച്ചൊരു സമയമെടുക്കും. നാളെ വരും എന്ന് ഇവിടെ അർത്ഥമില്ല. കാരണം നൈറ്റ് ഓഫ് പെൻഡക്കിൾസ് ആണ് അവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സ്ലോയിങ് ഡൗൺ എനർജിയാണ്. അവരുടെ ഫൈനാൻഷ്യൽ ട്രബിൾ മുഴുവനായി മാറിയിട്ടില്ല, മാറാനുള്ള സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, അത് മാറിയാൽ ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് അവർ വരും എന്നാണ് അവിടെ കാണിക്കുന്നത് കേട്ടോ. ഫുൾ പെൻഡക്കിൾസ് ആണ് അവിടെ. ഫൈനാൻസസ് തന്നെയാണ്. ഇവർ നിങ്ങളെ ഓൺലൈൻ സ്റ്റോക്ക് ചെയ്യാറുണ്ട്. നിങ്ങളുടെ വെയർഅബൌട്ട്സ്, DP സ്റ്റാറ്റസ്, വേറെ ഏത് സോഷ്യൽ മീഡിയ എല്ലാം ഇവർ നോക്കാറുണ്ട്. നിങ്ങളുടെ ഫോട്ടോസൊക്കെ ഉണ്ടെങ്കിൽ നോക്കാറുണ്ട്. നിങ്ങളുടെ പഴയ മെസ്സേജസ് എടുത്ത് നോക്കാറുണ്ട്. എല്ലാം ചെയ്യാറുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. ഡെത്ത് വെച്ചിട്ട് സ്കോർപ്പിയോ, വൃശ്ചിക രാശിക്കാരെ കുറച്ച് കൂടുതലായിട്ടുണ്ട്. സ്വാർട്സും ഉണ്ട് അവിടെ. ലിബ്ര, ജമുന, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭൻ രാശിക്കാരും കുറച്ച് കൂടുതലായിട്ട് കണക്ട് ആയിട്ടുണ്ട് അവിടെ കേട്ടോ. ഏസ് ഓഫ് പെൻഡക്കിൾസ്, പേജ് ഓഫ് കപ്സ് ആൻഡ് 7 ഓഫ് വാൻഡ്സ്. ഇവർ നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കിയിട്ടും മനസ്സിലാവാത്ത പോലെ മുഖം തിരിച്ചിരിക്കുകയായിരുന്നു ചില റെസ്ട്രിക്ഷൻസ് മൂലം. അങ്ങനെയുള്ളവരാണെങ്കിൽ അവർ നിങ്ങളുമായിട്ടൊരു ന്യൂ ബിഗിനിങ്ങിൽ വരുന്നതായിട്ട് കാണുന്നുണ്ട്. ഇവരുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്കൊരു മെസ്സേജോ കാര്യങ്ങളോ ഒക്കെ വരാനുള്ള, നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം. അതേപോലെ ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം. ഇത്രയും രാശിക്കാരാണ് അവിടെ മേജറായിട്ട് കണക്റ്റ് ആയിരിക്കുന്നത് കേട്ടോ. ഇവര് നിങ്ങളുടെ സ്നേഹം മനസ്സിലാക്കി നിങ്ങളുടെ അടുത്തേക്ക് ഒരു മെസ്സേജ് അയക്കുന്നതായിട്ടാണ് കാണുന്നത്. അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും തരത്തിൽ ഒരു വാട്സാപ്പ് മെസ്സേജ് പരസ്പരം അയക്കും. ഒരു ന്യൂ ബിഗിനിങ് അവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ നോ കോണ്ടാക്റ്റിലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇവരൊരു ഹായ് ഹലോ ഒക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജ് അയക്കാൻ സാധ്യത കാണുന്നുണ്ട്. ഓക്കെ, ചാടിക്കേറി അങ്ങ് ലവ് പ്രപ്പോസ് ചെയ്യും അങ്ങനെയൊന്നും അല്ല ഞാൻ പറയുന്നത്. ഓക്കെ, കാരണം അവിടെ ഒരു തേർഡ് പാർട്ടി ഉണ്ട്. പക്ഷെ ഇവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. ഓക്കെ, അതേപോലെ ഒരു സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ അവിടെ ഞാൻ ഇത് പറഞ്ഞോ, രാശി പറഞ്ഞു അല്ലേ,
സ്റ്റക്ക് സിറ്റുവേഷൻ ആയിരുന്നെങ്കിൽ, ഹാങ് ടു മാൻ ആയിരുന്നെങ്കിൽ അവരുടെ ചിന്തകൾ മാറി വരുന്നതായിട്ടും നിങ്ങളെ അവരൊരു വിഷ് ഫുൾഫിൽമെൻ്റ് ആയിട്ട് കണക്കാക്കുന്നതായിട്ടും നിങ്ങൾ തമ്മിലൊരു റീയൂണിയനിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. മീനരാശിക്കാർ, പൈസസ് വളരെ കൂടുതലായിട്ട് ഉണ്ട് അവിടെ. അതേപോലെ ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം വളരെ കൂടുതലായിട്ട് അവിടെ കണക്റ്റ് ആയിട്ടുണ്ട്. ഓക്കെ, അവിടെ ഒരു റീയൂണിയൻ്റെ സാധ്യത, കാരണം 2 ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. നിങ്ങൾക്കൊരു വിഷ് ഫുൾഫിൽമെൻറ്റും കാണുന്നുണ്ട്. അപ്പോൾ അവിടെ ഒരു റീയൂണിയൻ സാധ്യത വളരെ കൂടുതലായിട്ട് തന്നെ കാണുന്നു. ഓക്കെ, അടുത്തത് 3 ഓഫ് സ്വാർഡ്സ്, 2 ഓഫ് പെൻറ്റക്കിൾസ്, ക്വീൻ ഓഫ് വാൻഡ്സ്. അവിടെ ചിലർക്കെങ്കിലും ഒരു മേജർ ഹാർട്ട് ബ്രേക്ക് കിട്ടിയിട്ടുണ്ട്. 2 ഓഫ് പെൻറ്റക്കിൾസ് ജഗ്ലിംഗ് സിറ്റുവേഷനിലാണ് അവിടെ ഒരു ജഗ്ലിംഗ് സിറ്റുവേഷനിലാണെങ്കിൽ അവരുടെ സ്പൗസിനെ പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് അവിടെ കാണുന്നത് കേട്ടോ. അവിടെ നിങ്ങൾക്കൊരു മേജർ ഹാർട്ട് ബ്രേക്ക് തന്നെയാണ് കാണിക്കുന്നത്. സ്പോട്സ് വെച്ചിട്ട് ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, പോൺസ്, ഏരീസ്, ലിയോ, സാജിറ്റേറിയസ്, മേടം, ചിങ്ങം, ധനു. അവിടെ ഒരു കാരണം ജഗ്ലിങ്ങും ആണ്, അതേസമയം 3 ഓഫ് സ്വാർഡ്സും ആണ്. മേജർ ഹാർട്ട് ബ്രേക്ക് ആണ് അവിടെ കാണുന്നത്. അവരുടെ സ്പൗസിനെ പ്രിഫർ ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതേപോലെ അടുത്തത് ഒരു വളരെ പോസിറ്റീവ് കാർഡാണ്. നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെ ആണെങ്കിലും നിങ്ങൾ തമ്മിൽ കോണ്ടാക്ട് ചെയ്യുന്നുണ്ട്. വളരെ ഹാപ്പി ആയിട്ട് തന്നെയാണ് റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. അവിടെ തേർഡ് പാർട്ടി ഉണ്ടെന്നുള്ളൊരു പ്രശ്നമേ ഉള്ളൂ, അല്ലാതെ നിങ്ങൾ തമ്മിൽ യാതൊരു പ്രശ്നവും ഇല്ല. ഓക്കെ, അതായത് നിങ്ങൾ അവരുടെ ലൈഫിലുള്ള ഒരു സ്റ്റാർ സാന്നിധ്യമാണ്, ഒരു വിഷ് ഫുൾഫിൽമെൻ്റ് ആണ് എന്നൊക്കെ ഇവർ കരുതുന്നു. നിങ്ങൾ വളരെ സെൽഫ് റിലയൻ്റ് കോൺഫിഡൻ്റ് ആയിട്ടുള്ള, സ്വയം സമ്പാദ്യമൊക്കെ ചെയ്യുന്ന, നന്നായി സ്വയം ടേക്ക് കെയർ ചെയ്യുന്ന അങ്ങനത്തെ ഒരാളൊക്കെയാണ്. അവരുടെ ജീവിതത്തിൽ വന്നതിന് ശേഷം അവരുടെ ലൈഫിൽ ലക്ക്, അബണ്ടൻസ്, അതേപോലെ നിങ്ങൾ അവരുടെ ഒരു ലക്കി ചാമാണെന്നൊക്കെ പറയില്ലേ, നിങ്ങൾ വന്നതിന് ശേഷമാണ് അവരുടെ ലൈഫ് മെച്ചപ്പെട്ടത് എന്നവർക്ക് പലപ്പോഴും തോന്നാറുണ്ട്. ഓക്കെ, നിങ്ങൾ തമ്മിൽ ചാറ്റ് ചെയ്യാറുണ്ട്, സംസാരിക്കാറുണ്ട്, കമ്മ്യൂണിക്കേഷൻ ഉണ്ട്. അവിടെ വേറെ ഇഷ്യൂസ് ഒന്നും ഇല്ല. അവിടെ ഒരു തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ട് എന്നുള്ളതാണ്. ഓക്കെ, അവിടെ വളരെ സ്മൂത്തായിട്ട് കാര്യങ്ങൾ പോകുന്നതായിട്ടാണ് കാണുന്നത് കേട്ടോ. സ്റ്റാർ അക്വേറിയസ്, കുംഭരാശി കുറച്ച് കൂടുതലായിട്ടുണ്ട്. കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ഇത്രയും പേരാണ് ഇവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. മറ്റ് രാശിക്കാരില്ല എന്നല്ല, ഇവർ കുറച്ച് കൂടുതലായിട്ട് ഉണ്ട്. ഓക്കെ, ഇവിടെ സിനാറിയോ വെച്ചിട്ട് വേണം നോക്കാൻ. ഓക്കെ, അടുത്തത് കിങ് ഓഫ് സ്വാർഡ്സ്, ഏസ് ഓഫ് കപ്സ് ആൻഡ് 4 ഓഫ് പെൻറ്റക്കിൾസ്. ഓക്കെ, ഇവർ വാശി പിടിച്ചിട്ട് വഴക്കൊക്കെ ഇട്ട് ഇവരുടെ ഈഗോ ഒക്കെ മൂലം ഒന്ന് മാറി നിൽക്കുകയായിരുന്നെങ്കിൽ അവർക്ക് അവരുടെ തെറ്റ് മനസ്സിലായിട്ടുണ്ട്. അവർക്ക് നിങ്ങളോട് ഒരുപാട് സ്നേഹമാണ്. നിങ്ങളെ ഒരുപാട് മിസ് ചെയ്തു. നിങ്ങളുടെ അടുത്ത് പിണങ്ങിയിരിക്കുന്നുണ്ടെങ്കിൽ അവർ നിങ്ങളെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ ഒരു സ്നേഹമാണ് അവർക്ക് എന്നുള്ളത് അവർക്ക് മനസ്സിലായി. നിങ്ങളില്ലാതെ അവർക്ക് പറ്റില്ല എന്നുള്ളത് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. നെക്സ്റ്റ് ആക്ഷൻ, നൈറ്റ് ഓഫ് കപ്സ്, ഒരു ക്ഷമാപണമൊക്കെ ആയിട്ട്, അതായത് നിങ്ങൾ തേർഡ് പാർട്ടി സിറ്റുവേഷനിലൊക്കെയാണ് എന്തെങ്കിലും സിറ്റുവേഷൻ മൂലം വഴക്കിട്ട് പിരിഞ്ഞ് നിൽക്കുകയായിരുന്നെങ്കിൽ ഇവരൊരു ക്ഷമാപണമൊക്കെ ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതായിട്ടാണ് കാരണം ഇവർക്ക് റിയലൈസേഷൻ ഉണ്ടായി. നിങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നുള്ളത്, അവർക്ക് നിങ്ങളോട് സ്നേഹമാണ് എന്നവർക്ക് മനസ്സിലാക്കി. നിങ്ങളെ പ്രതി പൊസസീവാണ്, ഇൻസെക്യൂറുമാണ് കേട്ടോ. ഭയങ്കര പൊസസീവ് ഫീലിംഗ് വരുന്നുണ്ട്. മിസ്സിങ് ഫീലിംഗ് ഇവർക്ക് ഭയങ്കരമായിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ട് ഇവർ നിങ്ങളെ കാണാൻ വരുന്നതായിട്ട് തന്നെയാണ്. എന്തെങ്കിലും ഒരു മെസ്സേജ് നിങ്ങൾക്ക് വരുന്നതായിട്ട് തന്നെയാണ് ഇവിടെ കാണുന്നത്. ഏസ് ഓഫ് കപ്സ് ഉണ്ട്, പെൻറ്റക്കിൾസ് ഉണ്ട്, സ്വാർഡ്സ് ഉണ്ട്. പെൻറ്റക്കിൾസ്, ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ്, കർക്കിടകം, വൃശ്ചികം, മീനം, ലിബ്ര, ജെമിനി, അക്വേറിയസ്, തുലാം, മിഥുനം, കുംഭം. ഇത്രയും രാശിക്കാർ മേജറായിട്ട് അവിടെ കണക്റ്റ് ആയിരിക്കുന്നത്. വേൾഡ്, ലോങ് ഡിസ്റ്റൻസ് ആയിരുന്നു നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം. ഓക്കെ, അവിടെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആ കേസിൽ ഇവർ ഒരു നിങ്ങളുടെ ബന്ധത്തിനൊരു ജസ്റ്റിസ് സെർവ് ചെയ്യണം എന്ന് തന്നെ വിചാരിക്കേണ്ട. ക്ലാരിഫൈ, ജസ്റ്റിസ് ഒരു കോർട്ട് കേസ് ആണോ എന്നാണ് എനിക്കറിയേണ്ടത്. അതെ, അവിടെ ഒരു കോർട്ട് കേസ് നടക്കണ്ടായിരുന്നു. അവിടെ റെസ്പോൺസിബിലിറ്റി കൺക്ലൂഡ് ആയിട്ടില്ല. അവിടെ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ബാക്കി കിടക്കുന്നുണ്ട് കേട്ടോ. ലോങ് ഡിസ്റ്റൻസും ആണ്, ഒരു കോർട്ട് കേസ് അവിടെ ഉണ്ട്. ഓക്കെ, അതിൻ്റെ ഒരു സെറ്റിൽമെൻറ്റ് ആവാൻ വേണ്ടിയിട്ട് ഇവർ വല്ലാതെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇവർക്ക് നിങ്ങളുടെ അടുത്തുള്ള ആ ഡിസ്റ്റൻസ് കവർ ചെയ്യണമെങ്കിൽ ഈ ജസ്റ്റിസ് സെർവ് ആവണം. ഓക്കെ,
ഈ ഒരു കോർട്ട് കേസിന് ഒരു തീരുമാനം ആവണം, അവിടെ ഒരു കൺഫ്യൂഷൻ സ്റ്റേറ്റിൽ നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. ഇതെങ്ങനെയാണ് കൺക്ലൂഡ് ആവുക? ഡിവൈൻ, ഈ കേസ് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? ഈ കേസ് എൻ്റെ വ്യൂവേഴ്സിന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? എൻ്റെ വ്യൂവേഴ്സിൻ്റെ സൈഡിൽ നിന്ന് പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണ് കേട്ടോ. നിങ്ങൾക്ക് പോസിറ്റീവായിട്ടാണ് ഈ ഒരു കേസ് സെറ്റിൽ ആവുക. അതിനുശേഷം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ കാണാൻ വരുമെന്നാണ് കാണുന്നത്. ഇത് ലാസ്റ്റ് ഗ്രൂപ്പുകാർക്കും ഉണ്ടായിരുന്നു. ഏസ് ഓഫ് വോൺസ് അടുത്ത ഇത് ഞാൻ പറഞ്ഞോ, രാശി പറഞ്ഞില്ല അല്ലേ? മജീഷ്യൻ, ടോറസ്, ഇടവ രാശിക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. ജസ്റ്റിസ്, ലിബ്ര രാശിക്കാർ, തുല രാശിക്കാർ കൂടുതലായിട്ടുണ്ട്. ടോറസ്, വിർഗോ, കാപ്രിക്കോൺ, ഇടവം, കന്നി, മകരം, കപ്സ് വെച്ചിട്ട് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസിസ്, കർക്കിടകം, വൃശ്ചികം, മീനം ഇത്രയും രാശിക്കാർ വളരെ കൂടുതലായിട്ടുണ്ട്. അടുത്തത് ഏസ് ഓഫ് വോൺസ്, 9 ഓഫ് വോൺസ് ആൻഡ് 4 ഓഫ് കപ്സ്. ഇവർ നിങ്ങളെ സ്വയം ബ്ലോക്ക് ചെയ്ത് നിൽക്കുകയായിരുന്നു. പക്ഷെ നിങ്ങളെ ഭയങ്കര മിസ്സിങ് എനർജിയിലാണ് അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നെങ്കിൽ നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ്ങിന് അവർ വരുന്നതായിട്ടാണ് കാണുന്നത്. എന്ത് സാഹചര്യത്തിലാണ് ഇവർ ബ്ലോക്ക് ചെയ്തിരിക്കുന്നത്? അതായത് സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുകയാണ്. അവർക്ക് വേണമെങ്കിൽ കാല് എടുത്ത് വെച്ച് അപ്പുറേക്ക് പോവാം അല്ലേ, അത് വലിയൊരു മതിലൊന്നും അല്ല. പക്ഷെ അവിടെ നിന്ന് കടന്നു പോവാതെ അവിടെ തന്നെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, കണ്ണും അടച്ചിട്ട് എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ട്. അപ്പോൾ സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. പക്ഷേ നിങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ്. ഓക്കെ, അങ്ങനെ വന്ന സ്ഥിതിക്ക് നിങ്ങളുമായിട്ട് ഒരു ന്യൂ ബിഗിനിങ് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾക്കൊരു മെസ്സേജ് വരാനുള്ള, ഒരു കമ്മ്യൂണിക്കേഷൻ വരാനുള്ള എല്ലാ സാധ്യതയും അവിടെ കാണുന്നുണ്ട്. അവർ നിങ്ങളെ വിട്ടിരിക്കുന്നതിൽ ഭയങ്കര വിഷമത്തിലാണ്. ഓക്കെ, നിങ്ങളുടെ അടുത്ത് ഒരു പക്ഷെ സ്നേഹം തുറന്ന് പറഞ്ഞ് കാണില്ല. സ്വയം റെസ്ട്രിക്റ്റ് ചെയ്യുന്നത് കാരണം, തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളത് കാരണം സ്വയം റെസ്ട്രിക്റ്റ് ചെയ്ത് നിൽക്കുന്നതായിട്ടാണ് കാണുന്നത്. നിങ്ങളെ ഭയങ്കര മിസ്സിങ് ആണ്. അപ്പോൾ ഒരു കമ്മ്യൂണിക്കേഷൻ വരുന്നതായിട്ടാണ് അവിടെ കാണുന്നത്. ഓക്കെ, ഇപ്പം കുറേ പേര് പറയും എനിക്ക് മെസ്സേജ് വന്നില്ല. ഞാൻ ആദ്യമേ പറയേണ്ട, എല്ലാം എല്ലാവർക്കും റെസനേറ്റ് ആവില്ല. ഇത് എത്ര പേര് കാണുന്നതാണ് അല്ലേ? ചിലപ്പോൾ സബ്സ്ക്രൈബേഴ്സിനെക്കാളും കൂടുതൽ പേര് കാണുന്നുണ്ട് ഇത്. അപ്പോൾ അത്രയും പേരുടെ എനർജിയിൽ നിന്ന് കുറച്ച് പേരുടെയാണ് നമുക്കിവിടെ എനർജി പിക്കാവുന്നത്. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് ഭഗവാനോട് മാനിഫെസ്റ്റ് ചെയ്യുക എന്നുള്ളതേ ഉള്ളൂ. നിങ്ങളുടെ പേഴ്സൺ ഇതിൽ ഇൻക്ലൂഡഡ് ആവണേ, വിളിക്കണേ എന്ന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനേ സാധിക്കുള്ളൂ അല്ലേ? പേഴ്സണൽ റീഡിംഗ് എടുത്താൽ മാത്രമേ എക്സാക്ട് സിറ്റുവേഷൻ നമുക്ക്, അപ്പം നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് കാര്യങ്ങൾ ഓരോന്നും ചോദിച്ച് നോക്കും. അപ്പോൾ നമുക്ക് എക്സാക്ട് സിറ്റുവേഷൻ അറിയാൻ സാധിക്കും. ഓക്കെ, അതുകൊണ്ടാണ് ചിലർക്ക് കോള് വരാത്തത്. പക്ഷെ ഒരുപാട് പേർക്ക് കോള് വരുന്നുണ്ട്. ഓക്കെ, അതും നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ നമ്മുടെ റീഡിംഗ് ഇഷ്ടപ്പെട്ടവർ പെട്ടെന്ന് തന്നെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഓൾറെഡി സബ്സ്ക്രൈബ് ചെയ്തവർക്ക് ഒരുപാട് നന്ദി. അതേപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യുമ്പോഴത്തേക്കും ഹൈപ്പിൻ്റെ ഓപ്ഷൻ വരുന്നവരതും കൂടെ ഒന്ന് ചെയ്തേക്കണേ. അപ്പോൾ വേറെ എന്താണ്? അപ്പോൾ എല്ലാവരും പോസിറ്റീവായിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, എല്ലാം നല്ലത് തന്നെ നടക്കുമെന്ന് വിചാരിച്ചിരിക്കുക, ഡിവൈനുമായിട്ട് കണക്റ്റഡ് ആയിട്ടിരിക്കുക കേട്ടോ. ഒരു സ്ട്രെസ്സും എടുക്കരുത്, എല്ലാം നല്ലതായി തന്നെ വരുമെന്ന് തന്നെ ഉറച്ചു വിശ്വസിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും നല്ലൊരു റീഡിങ്ങുമായിട്ട് ഉടനെ തന്നെ കാണാം. എല്ലാവരും സൂക്ഷിച്ചിരിക്കുക. ബൈ.